കേരളത്തിലെ ചില മാധ്യമങ്ങൾ കേരളത്തിലെ SFIയുടെ സമരങ്ങളെ കൈകാര്യം ചെയ്ത വിധത്തെയാണ്. കേരളത്തിലെ SFIയുടെ പ്രവർത്തകർ ധരിക്കുന്ന അടിവസ്ത്രത്തിൻ്റെ നിറം നോക്കാൻ ഇവിടെ ചില മാധ്യമ പ്രവർത്തകർ ഇറങ്ങിത്തിരിച്ച ഒരു കാലഘട്ടത്തിലാണ്, 2025-ലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ നാണക്കേടുണ്ട്. മനോരമ എന്ന മാധ്യമം ഇത്രമേൽ അധപ്പതിച്ചോ എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഒരു കേരളത്തിലെ പത്രമുത്തശ്ശി എന്നൊക്കെ പേരുള്ള ഒരു മാധ്യമ സ്ഥാപനം ചെന്നെത്തി നിൽക്കുന്ന ദാരിദ്ര്യം, ആ പ്രവർത്തകർ, ആ മേഖലയിൽ, ആ ചാനലിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കുള്ള ലൈംഗിക ദാരിദ്ര്യം, അത് തീർക്കാൻ SFIയുടെ സംസ്ഥാന നേതാക്കന്മാരുടെയോ പ്രവർത്തകരുടെയോ അടിവസ്ത്രത്തിൻ്റെ നിറം നോക്കി റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തുക എന്ന് വെച്ചാൽ എവിടെ എത്തി? ഇതോ മാധ്യമധർമ്മം മനോരമേ എന്ന് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? മനോരമയ്ക്ക് പണ്ടേ സമരം കണ്ടുകൂടാ. എന്താ വിഷയം? 400 ഏക്കർ ഭൂമി കോട്ടയം ജില്ലയിൽ ഒരു ക്ഷേത്രത്തിൻ്റെ അടിച്ചു മാറ്റിയ ചരിത്രമുള്ള ഈ ചാനലിന്, ഈ പത്രത്തിന് സമരങ്ങളെന്ന് കേൾക്കുമ്പോൾ, കമ്മ്യൂണിസ്റ്റുകളെന്ന് കേൾക്കുമ്പോൾ, ഇടതുപക്ഷം എന്ന് കേൾക്കുമ്പോൾ വിരളി കൊള്ളും. പണ്ട് EMS പറഞ്ഞിരുന്നു, മനോരമ എന്നെക്കുറിച്ച് എന്തെങ്കിലും, EMS നായനാരൊക്കെ ആവർത്തിച്ചതാണ്, എന്തെങ്കിലും എന്നെക്കുറിച്ച് നല്ലത് മനോരമ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കണം, ഞങ്ങൾക്കെന്തോ പറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ കാഴ്ചപ്പാടിനെന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മനോരമ കേരളത്തിലെ SFIയുടെ സമരങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഈ ലൈംഗിക ദാരിദ്ര്യമൊക്കെ കേരളത്തിലെ ഇന്നത്തെ പുതിയ തലമുറയോട് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ആ കമൻറ്റ് ബോക്സ് ഒന്ന് വായിക്കണം. കമൻറ്റ് ബോക്സ് വായിച്ചാൽ നിങ്ങൾ ഇനി ആ റിപ്പോർട്ടിങ്ങിലേക്കൊന്നും പോവില്ല. ഇങ്ങനെയാണോ മാധ്യമ പ്രവർത്തനം എന്ന് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള, അതോടൊപ്പം തന്നെ മനോരമയുടെ ക്യാമറമാൻ ഇവിടെ ഉണ്ടെങ്കിൽ മുഖത്ത് തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുകൂടി അഭ്യർത്ഥിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. കാരണം ഞങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് ഞങ്ങളെ കൈകാര്യം ചെയ്യും, തല്ലും, ഓടിച്ചിട്ടൊക്കെ ഉണ്ട്, ഗ്രനേഡും ഒക്കെ ഉപയോഗിക്കും. പക്ഷെ ഇത് നിങ്ങൾ ഇന്ന സ്ഥലത്താണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ പുറത്തിറക്കുമ്പോൾ അല്ലേ കാര്യങ്ങൾ കാണുന്നത്. ഇങ്ങനെയൊക്കെയാണോ കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തനം പെരുമാറേണ്ടത്? അപ്പോൾ ആ നിലയിൽ മനോരമ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകർ ആ മേഖല ഇടപെടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് അതിനോട് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അത് തെറ്റായിപ്പോയി എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അത് അവരിന്ന് ചെന്നെത്തി നിൽക്കുന്ന അപജയമാണ്. അവരുടെ മാധ്യമ പ്രവർത്തന മേഖലയിൽ അവർക്ക് വന്നു ചേർന്നിട്ടുള്ള അപജയമായി ഞങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്തേക്കരുത് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ തിരുവനന്തപുരത്തും എറണാകുളത്തും ആ പ്രദേശത്തുള്ള SFI പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ മനോരമക്കാർ വരുമ്പോൾ നാളെ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും എഴുതി വെക്കും, മനോരമയുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ. അപ്പോൾ അത്തരം കാര്യത്തിലേക്ക് മനോരമ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊന്ന്, കാലിക്കറ്റ് സർവകലാശാലയിലെ DSU തെരഞ്ഞെടുപ്പാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ DSU തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ടപ്പുറത്തെ ദിവസം തന്നെ നടക്കുകയുണ്ടായി, 10-ാം തീയതി. അന്ന് MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ആഹ്വാനപ്രകാരം 2000-ഓളം വോട്ടുകൾ ചെയ്തിട്ടുള്ള DSU തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ബാലറ്റ് മുഴുവൻ കീറിയെറിയുകയും വിഴുങ്ങുകയും അടിച്ച് തകർക്കുകയും ചെയ്തു. EMS ചെയർ പൂർണ്ണമായും തകർത്തു. മലപ്പുറത്തെ മുഴുവൻ ലീഗ് ക്രിമിനൽമാരും, ക്രിമിനൽ പശ്ചാത്തലമുള്ളതും ക്രിമിനൽസും മുഴുവൻ പേരും ആ ക്യാമ്പസിനെ ചുറ്റി വളഞ്ഞു. കോമ്പൗണ്ട് വാളില്ലാത്ത കാലിക്കറ്റ് സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വേട്ടയാടി. ഓരോ വിദ്യാർത്ഥിയെയും കല്ലെറിഞ്ഞും ആക്രമിക്കാനും മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ വരെയുള്ള ശ്രമമുണ്ടായി. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അടിച്ചു, മുഖത്തടിച്ചു. അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനമാണ്. നിങ്ങൾക്കിപ്പോൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, PMA സലാമിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ. എന്താണ് ഇവർക്ക് ലൈംഗികതയുമായി ബന്ധപ്പെട്ടും ലിംഗ രാഷ്ട്രീയത്തെക്കുറിച്ചുമുള്ള ഇവരുടെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ പ്രോ വേർഷനാണ് ഇന്നത്തെ MSF നേതാക്കന്മാർ. ആ MSF സംസ്ഥാന പ്രസിഡന്റിനെതിരെ പരാതി കൊടുത്തത് വേറെ സംഘടനയിലെ പെൺകുട്ടികളൊന്നുമല്ലല്ലോ, അതേ സംഘടനയിലെ ഉയർന്ന നേതാക്കന്മാരല്ലേ. അത് ഒത്തുതീർപ്പാക്കുകയാണല്ലോ ചെയ്തത്. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ മുഖത്തടിക്കുകയായിരുന്നു. അപ്പം അതിനെതിരെ ശക്തമായ പ്രതിഷേധം SFI ഉയർത്തിക്കൊണ്ടുവന്നു. എന്നാൽ അതിനെ MSF നേരിട്ടത് കള്ളം പറഞ്ഞുകൊണ്ടും വ്യാജ വാർത്ത നിരത്തിക്കൊണ്ടുമായിരുന്നു. SFIക്കെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ അടിച്ചു വിട്ടുകൊണ്ടേയിരുന്നു. പ്രസ് മീറ്റ് വിളിച്ച് MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ത് ധൈര്യത്തിലാണിരുന്നു അത് പറഞ്ഞതെന്നറിയോ?
കാലിക്കറ്റ് VC തങ്ങളുടെ കീശയിലുണ്ട് എന്ന വിശ്വാസത്തിലാണ്. RSSകാരനായ VC ആണ് MSF സംസ്ഥാന പ്രസിഡന്റിന്റെ വിശ്വസ്തൻ. RSSകാരായ സേവാഭാരതിയുടെ മുഴുവൻ പരിപാടികൾക്കും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് VC ആണ് MSF സംസ്ഥാന പ്രസിഡന്റിന്റെ ഇന്നത്തെ വിശ്വസ്തൻ. അപ്പോൾ ആ VCയെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാനുള്ള എല്ലാ പണിയെടുത്തു. അവസാനം ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു. ഹൈക്കോടതിയിൽ പോയി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടേണ്ടി വന്നു. ഹൈക്കോടതി 31 തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രഖ്യാപിച്ചു. 31 തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് എന്തായാലും നടക്കണം എന്നൊക്കെ വീമ്പ് പറഞ്ഞ നടക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. കാരണം നടന്നാൽ കാലിക്കറ്റ് സർവകലാശാലയിൽ അമ്പേ പരാജയപ്പെടുമെന്ന് 100% ഉറപ്പാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വോട്ട് പോലും ലഭിക്കില്ല. അത് മനസ്സിലാക്കിയ MSFന്റെ സംസ്ഥാന നേതൃത്വം വീണ്ടും അവിടെ അക്രമം സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. ഹോസ്റ്റലിൽ കയറി അക്രമം ഉണ്ടാക്കാൻ നോക്കി, തെരഞ്ഞെടുപ്പ് മാറ്റിവെപ്പിക്കാൻ. ഇതൊന്നും നടക്കുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തകർ പൂർണ്ണമായും അതിൻ്റെ ക്ഷമാക്ഷീലം പഠിച്ച് കൃത്യമായി അതിൽ ഇടപെട്ടപ്പോൾ, തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന ഉത്തമ ബോധ്യത്തിൽ ഇടപെട്ടപ്പോൾ അവർക്ക് അത് മറികടക്കാൻ കഴിഞ്ഞില്ല, അക്രമം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല.